ഹായ്, എല്ലാവർക്കും വേവിങ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ. നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് പഠിക്കുന്ന ഒരാളാണോ, അതോ വെറുതെ കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് പോയി എക്സാം എഴുതുന്ന ആളാണോ? ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ 8 to 9 ഇന്ന ചാപ്റ്റർ പഠിക്കുക, 9 to 10 ഇന്ന ചാപ്റ്റർ പഠിക്കുക, അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. വെറുതെ മനസ്സിൽ ആലോചിച്ചാൽ പോരാ, എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചാൽ അത് എന്തായാലും നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഒരാഴ്ചക്കുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത ആഴ്ചത്തെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത്രയും ടോപ്പിക്സ് ഉൾപ്പെടുത്തണം. കാരണം നമ്മളൊരു കപ്പാസിറ്റി, നമുക്ക് ആ ഒരു സ്പീഡിൽ എത്താൻ പറ്റണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ടോപ്പിക്സിൻ്റെ എണ്ണം കുറയ്ക്കുക, സബ്ജക്റ്റിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെന്തായാലും നല്ല മാറ്റം ഉണ്ടാക്കും. എക്സാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിലും നമുക്ക് ഈ ഒരു കാര്യം കൊണ്ടുവരാം. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കാം. ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ ജോബാണെങ്കിൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് ഇത്ര കാര്യങ്ങൾ ഇന്നൊരു ടാർഗറ്റ് റീച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ക്ലാസ്സുകളാണല്ലോ കൊടുക്കുന്നത്. കാര്യമായിട്ട് കേട്ടിട്ടൊക്കെ എഴുതുന്നവർ അധികം ലേഡീസാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. പഠിക്കണം, കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ നമുക്കൊന്നിനും ടൈമില്ല. അപ്പോൾ ടൈം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കാര്യമായിട്ട് സമയം പോണത് എവിടെയാണ്? ഫുഡ് ഉണ്ടാക്കാനൊക്കെ സമയം പോവും, എന്നാലും അതിനേക്കാളും അധികം ടൈം നഷ്ടമാവുന്നത് എന്തുണ്ടാക്കണം എന്നാലോചിച്ചിട്ടായിരിക്കും അല്ലേ. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്ത് കറി ഉണ്ടാക്കണം എന്നാലോചിച്ച് കുറേ സമയം കളയും. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചക്കുള്ള എല്ലാ സാധനങ്ങളും പോയി വാങ്ങിക്കൊണ്ടും അല്ലേ, മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഒരാഴ്ച എന്തൊക്കെ സാധനങ്ങൾ നമ്മളെടുത്തുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് വെച്ച് ഓരോ ദിവസവും എന്തൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ എഴുതി വെക്കട്ടോ. ആദ്യം ഇപ്പോൾ മൺഡേന്ന് എഴുതുക. മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ലഞ്ച് എന്താണ്, ഡിന്നർ എന്താണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കണം, അതിനെന്ത് കറി ഉണ്ടാക്കണം, ഇനിയിപ്പോൾ ലഞ്ചാണെങ്കിൽ ലഞ്ചിൽ എന്താണ് കറി, ഇനി അതിൻ്റെ കൂടെ വല്ല ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുക. ആദ്യമൊക്കെ തമാശയെ തോന്നും, എന്നാലും ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എന്തുണ്ടാക്കണം എന്നാലോചിച്ച് സമയം കളയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊന്ന് നോക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ആലോചിച്ച് നിൽക്കണം, നമ്മൾ ഇന്ന സാധനങ്ങളാണെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആദ്യം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ലഞ്ച് ഉണ്ടാക്കി, വീണ്ടും ഒന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ചെയ്യരുത്. ഒരൊറ്റ ഗ്രൂപ്പായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളും കറികളൊക്കെ റെഡിയാക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ കേട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കഷ്ണം നുറുക്കി വയ്ക്കുക, അതിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പായി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറേ അധികം സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ലൈഫിൽ കൊണ്ടുവരാൻ നോക്കൂ, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ടിപ്സ് ഈ കണക്കിൻ്റെ ഇടയിൽ കൂടെ പറയുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 38.5 ഈ 8 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? എന്താണ്? തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 38.5. ഈ 8 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ശരാശരി എന്നൊക്കെ കാണുമ്പോൾ തന്നെ തുക എണ്ണം എന്നുള്ളൊരു ഇക്വേഷനൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ മനസ്സിൽ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആ ഒരു ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശരാശരി ആ ഒരു ഇക്വേഷൻ ഇല്ലാതെ ശരാശരി കാണാൻ പറ്റും. എപ്പോൾ?
തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ, തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ തുടർച്ചയായ ഗുണിതങ്ങളുടെയൊക്കെ ശരാശരി കാണാൻ പറഞ്ഞാൽ നമുക്ക് ഇക്വേഷനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ കാണുക? ആ പറഞ്ഞ സംഖ്യകൾ നിരത്തി എഴുതുക. അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വരുന്ന സംഖ്യയായിരിക്കും ആ പറഞ്ഞ സംഖ്യകളുടെ ശരാശരി. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞു. എങ്ങനെ കാണുക? 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ നിരത്തി എഴുതുക, ഓർഡറിൽ എഴുതുക. 1, 2, 3, 4, 5 ഓർഡറിൽ എഴുതുക. ഇതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള സംഖ്യ ഏതാണ്? 3 ആണ്. ഓക്കെ, 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്ത്? 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ ഓർഡറിൽ എഴുതി, പിന്നെ അതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള സംഖ്യ എടുത്ത് എഴുതി. അതാണ് അതിൻ്റെ ശരാശരി. ഇനി 1 മുതൽ 6 വരെയുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാലോ? 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ നിരത്തി എഴുതി, then അതിൽ സെൻറ്ററിലെ സംഖ്യ എടുക്കണം. സെൻറ്റർ എന്ന് പറയുമ്പോൾ എവിടെ വരിക? ഇവിടെ വരിക അല്ലേ? ഈ 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് വരിക അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 3ൻ്റെയും 4ൻ്റെയും നേരെ സെൻറ്റർ പറഞ്ഞാൽ 3.5. സോ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 3.5 ആണ്, 3.5 ആണ്. മനസ്സിലായില്ലേ? നമുക്ക് നേരെ സെൻറ്റർ നോക്കിയപ്പോൾ സെൻറ്ററിൽ സംഖ്യയൊന്നുമില്ല. സോ 3ൻ്റെയും 4ൻ്റെയും സെൻറ്ററാണ്. 3ൻ്റെയും 4ൻ്റെയും നേരെ നടു അല്ലെങ്കിൽ നേരെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 3.5 അല്ലെങ്കിൽ 3.5 ആണ്. മനസ്സിലായില്ലേ? ശരാശരി കാണാനുള്ള ഈ ഒരു ട്രിക്ക് മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. 2, 4, 6, 8, 10 ഇതെന്താണ്? 2 മുതലുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ്. ഇവയുടെ ശരാശരി കാണാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരെ സെൻറ്ററിലുള്ള സംഖ്യ എടുത്താൽ മതി. ഇതിലെ സെൻറ്ററിലുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ 6 ആണ്. സോ 2, 4, 6, 8, 10 എന്നീ സംഖ്യയുടെ ശരാശരി എത്രയാണ്? 6 ആണ്. ഇനി ഇതിലൊരു മാറ്റം വരുത്താം. 2, 4, 6, 8 ഈ സംഖ്യകളുടെ ശരാശരി കാണണം. 2, 4, 6, 8 ഇത്രയും സംഖ്യയുടെ ശരാശരി കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സെൻറ്ററിലുള്ള സംഖ്യ എടുക്കും. ഇവിടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 സംഖ്യ, ഇവിടെ 2 സംഖ്യ. സെൻറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ സംഖ്യ ഒന്നും ഇല്ല അല്ലേ? പക്ഷേ സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരൊക്കെ കിടക്കണേ? 6ഉം 4ഉം ആണ്. സോ അതിൻ്റെ സെൻറ്ററിൽ എത്രയായിരിക്കും? 5 ആയിരിക്കും വരിക. 6ൻ്റെയും 4ൻ്റെയും നേരെ സെൻറ്റർ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 5 ആണ് വരിക. ഒന്നെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 6ൻ്റെയും 4ൻ്റെയും സെൻറ്റർ പറഞ്ഞാൽ 5 ആണ്. അല്ലെങ്കിൽ 6 + 4 10/2 ചെയ്താൽ മതി, 5 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരാശരി കാണാനുള്ളൊരു എളുപ്പവഴി. ജസ്റ്റ് സെൻറ്ററിലെ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 35 ആണ്. അതായത് സെൻറ്ററിലെ സംഖ്യ എന്ന് പറയുന്നത് 38.5 ആണ്. ശരാശരി 38.5 ആണെന്ന് പറഞ്ഞാൽ സെൻറ്ററിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ 38.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എണ്ണൽ സംഖ്യകൾ കണ്ടുപിടിക്കാം. ഏറ്റവും സെൻറ്ററിൽ 38.5. സോ ഇവിടെ എത്രയായിരിക്കും? നേരെ തൊട്ട് മുന്നിൽ എത്രയായിരിക്കും? 38 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടോ 39 ആയിരിക്കും. അതുകൊണ്ടല്ലേ സെൻറ്ററിൽ 38.5 വന്ന്. ഓക്കെ, പിന്നെ എണ്ണൽ സംഖ്യകളാന്ന് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ മുന്നേ 37 വരിക, 36 വരിക, 35 വരിക. ഇത് കഴിഞ്ഞാൽ 39 കഴിഞ്ഞാൽ 40 വരും, 41 വരും, 42 വരും. മൊത്തം എത്ര സംഖ്യകളുണ്ട്? 8 സംഖ്യകളല്ലേ? പെട്ടെന്നായില്ലേ? 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 8 എണ്ണൽ സംഖ്യകൾ. ഇതിൻ്റെ ശരാശരിയാണ് 38.5. ഇപ്പോൾ നമുക്ക് 8 എണ്ണൽ സംഖ്യകൾ കിട്ടി. ഇനി അതിൽ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. ചെറിയ സംഖ്യ ഏതാണ്? 35 ആണ്. സോ 35 ആണ് ആൻസർ. മനസ്സിലായല്ലേ? ശരാശരി കാണാൻ തുക ബൈ എണ്ണം ഉള്ളൊരു സംഭവം അല്ലാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ അതിൽ നേരെ സെൻറ്ററിലെ സംഖ്യ ആയിരിക്കും ശരാശരി. ഇവിടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. ശരാശരി 38.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യം തിരിച്ചാലോചിച്ചു. നമ്മൾ നേരെ സെൻറ്ററിലെ സംഖ്യയാണ് ശരാശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ശരാശരി തന്നു, അതായത് സെൻറ്ററിലെ സംഖ്യ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചാലോചിച്ചു. സെൻറ്ററിലെ സംഖ്യ 38.5 ആണ്. അങ്ങനെയാണെങ്കിൽ ആ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കണ്ടുപിടിച്ചൂടെ? 38.5 എന്ന് പറയുമ്പോൾ അതിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എത്ര വരിക? 38, 39 വരിക. അതുകൊണ്ടാണ് നേരെ സെൻറ്റർ 38.5, 38 കിട്ടിയത്. ഇവിടെ 38, 39 വന്നു. പിന്നെ തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളാണ്. സോ ഇങ്ങോട്ടും ബാക്കി സംഖ്യകൾ എഴുതി കൊടുക്കുക, ഇങ്ങോട്ടും ബാക്കി സംഖ്യകൾ എഴുതി കൊടുക്കുക. മൊത്തം 8 സംഖ്യകൾ എഴുതുക.
ഇങ്ങനെ മൊത്തം 8 സംഖ്യകൾ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് വരുന്നത്? 35 വരുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ആൻസർ എത്രയാണ്? 35. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒത്തിരി ചോദിച്ച് കണ്ടിട്ടുണ്ട്. കേട്ടിട്ട് കാറ്റഗറി 2-നാണെങ്കിൽ ഇങ്ങനെ 38.5 എന്നൊക്കെ ഉള്ളൊരു ശരാശരി തന്നിട്ട് കാണാൻ പറയും. കേട്ടിട്ട് കാറ്റഗറി 1-നാണെങ്കിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് ഒന്നും വരാതെ തന്നെ സെൻറ്ററിലെ സംഖ്യ ഒരു 40 50 എന്ന് പറഞ്ഞിട്ട് സംഖ്യകൾ കാണാൻ പറയും. അങ്ങനെ എന്തായാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ. താങ്ക് യു.